എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് പലരും പറഞ്ഞു വിജയെ കാണുന്നത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്, നല്ല സന്തോഷമുണ്ട്, വിജയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഒരു മിനിറ്റ് ഞാൻ നെറ്റ് ഒന്ന് ഓഫാക്കട്ടെ. അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും കുറ്റം പറയുന്നവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ചില സമയത്തൊക്കെ നമ്മളും അത് പ്രതികരിക്കും. എപ്പോഴും നമ്മളങ്ങ് എന്താ പറയുന്നത്, പ്രതികരിക്കാത്തവരാണോന്നും ചിന്തിക്കേണ്ട കേട്ടോ. മനുഷ്യനാണോ പ്രതികരിക്കും. അപ്പം പിന്നെന്തുവാ, പലരും ചോദിച്ച് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയില്ലേ അത്രയും പേർക്കുള്ളേ, എത്രയും പെട്ടെന്ന് ചെയ്യണമായിരുന്നോ എന്നൊക്കെ. ദൈവം സഹായിച്ച് ഇപ്പോൾ ആരോഗ്യമൊക്കെ ദൈവം തന്നു. അപ്പോൾ ഇന്നെൻ്റെ ഒരു പഴയ ഞാൻ കല്യാണത്തിന് മുമ്പിട്ട് എൻ്റെ ചേച്ചി, മൂത്ത ചേച്ചി ആദ്യമായിട്ട് ഇവിടെ ബോംബെയിൽ വന്നത്. അപ്പം ചേച്ചി ജോലി ചെയ്തെടുത്ത അവൾ ഹോസ്പിറ്റലിൽ, അവളും നേഴ്സായിരുന്നു. അപ്പം അവിടുത്തെ അവരുടെ ഇൻചാർജായിരുന്നു ഒരു ചേച്ചി. ഇന്നാന്ന് തോന്നുന്നു എൻ്റെ വീഡിയോ കണ്ടത്, വയ്യാന്നുള്ള വിജി എന്തുവാ വയ്യേ. പലയിടത്തു നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിച്ച് തിരക്കുമ്പോഴേ നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് വിജി എവിടെ താമസിക്കുന്നത് എന്തുവായിരുന്നു, ഞാൻ പറഞ്ഞിപ്പോൾ കുറവുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞ്. അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. കണ്ടിട്ടും ചോദിക്കാതെ ഇരിക്കുന്നവരും കാണും. അതൊക്കെ പോട്ടെ. പിന്നെ ഇന്നലെ ഒരു കമൻറ്റ്, പ്രീസമോനെ പൊണ്ണത്തടിയാക്കല്ലേന്ന്. അപ്പം ഇപ്പം എൻ്റെ ഈ വണ്ണം ഉള്ളതുകൊണ്ട് ഇപ്പം ഞാനത് പറയത്തില്ലെന്ന് ചിന്തിച്ചാ. പിന്നെയും ചിന്തിച്ചു, ഇങ്ങനെ എന്തിനാ പറയുന്നത്, ഞങ്ങൾക്ക് വണ്ണം ഉണ്ടെന്നറിയാം. ആരേലും അമ്മമാരും മക്കള് പൊണ്ണത്തടി ആവാൻ വേണ്ടി പോയി നോക്കൂ. വണ്ണം ഇല്ലാത്തവർ തന്നെ വണ്ണം കുറയ്ക്കാനാണ് നോക്കുന്നത്. അപ്പം ഞങ്ങളിപ്പം വണ്ണം വേണമേ എന്നും പറഞ്ഞ് വന്ന വണ്ണമല്ല, കഴിച്ചിട്ടുമുള്ള വണ്ണമല്ല. ഓരോരുത്തർക്കും ഓരോ ഹോർമോൺ പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് പ്രോബ്ലങ്ങൾ കാണും. അതാ, മറ്റുള്ളവരറിയുന്നില്ലല്ലോ എന്തുവാന്നുള്ളത്. നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നത് നമുക്കെല്ലാം അറിയത്തുള്ളൂ. എന്നിട്ട് വിജിയുടെ ഫുഡെല്ലാം ഓയിലി ഫുഡാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നെ സ്നേഹിക്കുന്നവർ, എന്നെ കാണുന്നവർ, ഞാൻ വല്ലപ്പോഴും മീൻ പോലും ഫ്രൈ ചെയ്യത്തുള്ളൂ. അതാ അതിൻ്റെ താഴെ അതാ ജൂലി വന്ന് പറയാനുള്ളത് ജൂലി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കേട്ടിട്ടും അതാ സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറയുന്നത്. നമ്മളെ അങ്ങനെ പറഞ്ഞാൽ അവളുള്ള സത്യം വന്ന് പറഞ്ഞു. ചേച്ചി ഒരു തോരനും അവിയലും മീൻകറിയും വെക്കുന്നത്, അതിൻ്റെ അകത്ത് എവിടെ ഓയിലി ഫുഡെന്ന്. എല്ലാവരും കമൻറ്റ് വായിച്ചവരായിരിക്കും, പക്ഷെ ആരും അനങ്ങിയില്ല. ജോലി വന്ന് പറയാനുള്ളത് പറഞ്ഞു. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഞാൻ വല്ലപ്പോഴും ഇവിടെ മീൻ പോലും വറക്കാറില്ല. വല്ലപ്പോഴും കൊച്ചുങ്ങൾക്ക് അന്ന് നെയ്യപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്ത്, അല്ലാതെ ഇവിടെ ഒന്നും ഓയിലി ഫുഡായിട്ടൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. എത്രയും നമ്മൾ ഹെൽത്ത് നോക്കാമോ അതനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അച്ചാർ തന്നെ, ഞാൻ ഹെൽത്തിന് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അച്ചാർ തന്നെ ഇപ്പം നമ്മൾ വെജ്, ഈ നാരങ്ങ മാങ്ങ അതൊക്കെ നമ്മുടെ ഈ സൺഡേ സൺഫ്ലവർ ഫോർച്യൂൺ അതിൻ്റെ അകത്തൊക്കെ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ ഈ നോൺ വെജ് കൂടുതൽ നമ്മൾ നല്ലെണ്ണയിൽ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനിപ്പം നല്ലെണ്ണയിലാണ് ഇടുന്നത്. റേറ്റും ഇച്ചിരി കൂടിയിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബീഫ് തന്നെ നാട്ടിലത്തെ ബീഫാണെങ്കിൽ പിന്നെയും വിലയാണേലും ഇവിടുത്തെ അത്രയും കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ ഒരു 1.5 കിലോ ബീഫ് വാങ്ങിച്ചാലേ നമുക്ക് 1 കിലോ അച്ചാർ കിട്ടത്തുള്ളൂ. അത്രയ്ക്ക് കുറയും. പിന്നെന്താ, അതാ കഴിഞ്ഞ ദിവസം ബെൻസി പറഞ്ഞ കേട്ടില്ലേ, അവരൊരു ഹോട്ടലിൽ കയറിയിട്ട് മീൻകറിയുടെ വില ചോദിച്ചു. അപ്പം നെയ്മീനാണെന്ന് തോന്നുന്നു, ഒരു പ്ലേറ്റ് മീൻകറിക്ക് 400 രൂപ. അപ്പം ഞാൻ ബെൻസി എടുത്തെന്ന് പറയാം, എടി അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന അച്ചാർ 1/2 കിലോ നമ്മളൊക്കെ കൊടുക്കുന്നുണ്ട്. ആൾക്കാർ പറയും അയ്യോ എന്തോ റേറ്റാണ്. പക്ഷേ ഈ ഹോട്ടലിലൊക്കെ പോയി അവർ ആ മീൻകറിയൊക്കെ വാങ്ങിച്ച് കുടിക്കുമെന്നല്ല കഴിക്കുവേ. പിന്നെ മാങ്ങ ഇട്ട് ചിലപ്പം മത്തിയായിരിക്കാം മീൻകറി 250 രൂപ ഒരു പ്ലേറ്റ്. ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് എന്തോ കാണും. പിന്നെ ഒന്നുമില്ല. ഇന്നലെ അഖിൽ കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു, ഷൈനി ആൻറ്റിക്ക് മാത്രമേ ഹായും, ഷൈനി ആൻറ്റി മാത്രമല്ല എല്ലാവരും പ്രൈസമോൻ്റെ പാട്ട് ഇഷ്ടമാണ്, എനിക്ക് ഇത്തിരി കുശുമ്പ് കൂടുതലാണ്. പ്രൈസമോനെ ഇങ്ങോട്ട് വന്നേ.
ഇങ്ങോട്ട് തന്നെ അഖിലച്ചാച്ചൻ കംപ്ലൈന്റ് പറഞ്ഞ് എന്താ ഒരു ഹായ് അഖിലച്ചാച്ചന് കൊടുക്കാഞ്ഞേന്ന്. ഇങ്ങോട്ട് വന്നേ. അഖിലച്ചാച്ച ഹായ് എന്ന് പറഞ്ഞേ. എന്തുകൊണ്ട് വിശേഷം, സുഖമാണോന്നൊക്കെ ചോദ്യം. ഞങ്ങളുടെ ഇവിടെയും സുഖമാ ഇല്ലേ. അഖിലച്ചാച്ച എന്നാ നാട്ടിൽ വരുന്നേന്നൊക്കെ ചോദ്യം. ഓക്കെ. പിന്നെ വീഡിയോ ലെങ്ത് കുറഞ്ഞെന്നൊക്കെ പറഞ്ഞു. എന്തോ ചെയ്യാനാ, ഉള്ള വീഡിയോ എല്ലാം എടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്നലത്തെ ആണെങ്കിൽ പാചകമായിരുന്നു, കൂടുതലും പാചകം കുറവായിരുന്നു. വീഡിയോ ചില സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ ഉള്ളതെല്ലാം ഉൾക്കൊള്ളിക്കും. ചിലപ്പം വീഡിയോ എടുക്കാൻ മറന്നു പോവും, ചിലപ്പോൾ ഒരു മടിയായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അതാ ലെങ്ത് കുറയുന്നത്. പിന്നെ ഒത്തിരി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാലും ആൾക്കാർക്ക് ഇഷ്ടമല്ലല്ലേ. അല്ലേലും മിക്ക ആൾക്കാർ സ്കിപ്പ് അടിച്ചു പോകും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നൊന്നും. ചിലർ കമൻറ്റ് കാണുമ്പോൾ അറിയാം, ചിലരാണെങ്കിൽ അത് എല്ലാം കേട്ട് പറയും. ഓക്കെ. രാവിലെ ദോശ ഉണ്ടാക്കുന്നത്, അപ്പം കട്ടി കുറഞ്ഞ ദോശ ഉണ്ടാക്കുന്നുണ്ട്, അല്ലാത്ത ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഈ ദോശക്കല്ല് സത്യം പറഞ്ഞാൽ ഞാൻ കളഞ്ഞെന്ന് വെച്ചാൽ ഉപയോഗിക്കാതെ എടുത്ത് വെച്ചാൽ പിന്നെ ഒരു ദിവസം ചിന്തിച്ച് ഇവിടെ ഇങ്ങനെ വെച്ചേക്കണ്ട, എടുത്ത് ഇങ്ങനെ ബംഗാർവാല വരുന്നുണ്ടോ കൊടുക്കാമെന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ആരുടെയോ വീഡിയോ കണ്ടത്. അപ്പം ഇങ്ങനെ ഈ ദോശ ഉണ്ടാക്കുന്ന കണ്ടോണ്ട് എനിക്ക് ചിന്തിച്ചെന്നാൽ ഇതിലുണ്ടാക്കാൻ നല്ലതാണല്ലോ എന്ന്. നോൺ സ്റ്റിക്കിനേക്കാൾ ഇതാണ്. പിന്നെ ഞാനത് കഴുകിയിട്ട്, നമ്മൾ ഈ കുറേ നാൾ ഉപയോഗിക്കാത്ത പാത്രം എത്ര കഴുകിയിട്ടാണേലും നമ്മൾ ഒന്ന് അത് അടപ്പത്ത് വെച്ച് ചൂടാക്കുന്നതിന് ഒരു സ്മെല്ല് വരുമല്ലേ. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തെന്നോ, ഇത് ഒന്ന് നന്നായി കഴുകിയിട്ട് പിന്നെ ഗ്യാസേ വെച്ച് ചൂടാക്കി ഒന്നും ഒഴിച്ചൊന്നുമില്ല, ചൂടാക്കിയിട്ട് പിന്നെ അത് ഓഫാക്കിയിട്ട് കഴുകി. അങ്ങനെ പിറ്റേ ദിവസം ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയിട്ട് കഴുകും. അങ്ങനെ 3-4 പ്രാവശ്യം ഇങ്ങനെ ചൂടാക്കി കഴുകണേ അതിൻ്റെ ആ സ്മെല്ലങ്ങ് മാറി. അത് പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഞാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ആണെങ്കിലും ഉണ്ടാക്കിയിട്ടാണെങ്കിലും ചപ്പാത്തി ഞങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യും. അഥവാ വൈകിട്ട് ഇങ്ങനെ അത്യാവശ്യം ആർക്കെങ്കിലും കൊണ്ട് തികഞ്ഞില്ല എങ്കിൽ 5-6 ഉണ്ടാക്കും ഞാൻ. നേരത്തെ ഞാൻ എല്ലാവർക്കും ചപ്പാത്തി ഞാനാണ് ഉണ്ടാക്കിയത്. 10-25 ചപ്പാത്തി ഉണ്ടാക്കണ്ടേ, ഇത്രയും പേർക്ക് ടിഫിൻ കൊണ്ടുപോകാനും രാവിലത്തേക്കിന് കഴിക്കാനും ഒക്കെ ആകുമ്പം. അപ്പം നിന്ന് പിന്നെ വീണ് ടെയിൽ ബോണിൽ പ്രോബ്ലം അല്ലേ, അത് പിന്നെ കുറേ നേരം നിൽക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഇങ്ങനെ ആ ആൻറ്റിയുടെ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പം രാവിലെ ദോശയ്ക്ക് ചമ്മന്തിക്കറിയായിരുന്നു. അപ്പോൾ ചിലർ പറയും, ബിജി ചമ്മന്തിക്കറി എന്ന് എന്തിനാണ് പറയുന്നത്, ചമ്മന്തി എന്ന് പറഞ്ഞാൽ പോരാ എന്ന്. ചട്നി എന്ന് പറയും, ചമ്മന്തി എന്ന് പറയും, ചമ്മന്തിക്കറി എന്ന് പറയും. മനസ്സിലായല്ലേ ആ ഒഴിച്ചതാ സാധനം. എന്നിട്ട് പിന്നെ പാത്രം കഴുകൊക്കെ ആയിരുന്നു. പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പുറത്തിങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചേക്കുന്നത് തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ ചിലപ്പം വൈകിട്ട് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ക്യാൻ നിറച്ച് വെച്ചിട്ട് പിന്നെ വൈകിട്ട് രാത്രിയിൽ അങ്ങ് തിളപ്പിച്ച് വെക്കും. കാരണം ഇപ്പം വെള്ളം കുറേ ചിലവാകും. നമ്മൾ ചൂടോടെടുത്ത് കുടിക്കാനും പറ്റത്തില്ലല്ലേ, ഭയങ്കര ചൂടല്ലേ അന്തരീക്ഷം തന്നെ. ഒരു 12 മണി ആകുമ്പോഴത്തേനും നമ്മൾ പൈപ്പിൽ വെള്ളം തൊട്ടാൽ എൻ്റെ ദൈവമേ പൊള്ളുന്ന ചൂടാണ്. ആ സമയത്തൊന്നും കുളിക്കാൻ ഒക്കത്തില്ല, കൊച്ചുങ്ങടുത്ത് കുളിക്കാൻ പറഞ്ഞാൽ. കാരണം ഇവന്മാർ ഇപ്പം താഴെ പോയി ക്രിക്കറ്റൊക്കെ കളിച്ച് ഈ ചൂടത്ത് ക്രിക്കറ്റ് കളിച്ചിട്ട് വന്നിട്ട് ഞാൻ പറയും കുളിക്കാൻ ഭയങ്കര ചൂടായിരിക്കും പൈപ്പിലെ വെള്ളത്തിന്. അപ്പം ഞാനിവിടെ കാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി 2 സവാള എടുത്തിട്ടുണ്ട്, അത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊന്ന് പോയി അരിഞ്ഞെടുക്കട്ടെ. സൺഡേ സ്കൂൾ സോങ്ങാണ്. അന്നേരം അവിടെ ഭയങ്കര ഡാൻസും കളിക്കുന്നുണ്ട്. അങ്ങനെ എടുക്കാമെന്ന് പോയതാണ്. അപ്പോൾ ആൾക്കൊരു ചമ്മലുണ്ട് അവിടെ നിന്ന് എടുക്കുന്നതിന്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവനൊരു നാണക്കേട്. അവൻ അങ്ങനെ ഇത്തിരി നിൽക്കുന്നുണ്ട്. പോൾ അവിടെ ഇരുന്ന് പഠിക്കുക. പോൾ അവിടെ ഇരുന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ട് പറയും ഡാൻസ് കളിയടാന്ന്. ചില സമയത്ത് നല്ല മൂടാണെങ്കിൽ നിന്ന് ചെയ്യും, പാടും, അല്ലെങ്കിൽ അങ്ങ് നിർത്തും. അപ്പം ഇന്ന് ആദ്യം നിർത്താൻ പോയെണ്ണ ഞാൻ പറഞ്ഞ് സാരമില്ല മോനെ ഇതാന്നൊക്കെ പറഞ്ഞ് ഇത്തിരി ഒന്ന് മസ്ക എന്ന് പറഞ്ഞാൽ എന്താ, ഇത്തിരി ഒന്ന് പൊക്കിയൊക്കെ ഒന്ന് പറഞ്ഞ്
ഒന്ന് എൻകറേജ് ചെയ്യിപ്പിച്ചോണ്ടേ. പക്ഷെ ആൾക്കൊരു നാണക്കേടുണ്ടായിരുന്നു. അപ്പം ഞാൻ കാബേജ് തോരൻ വെക്കാനായിട്ട് ഞാൻ സവാളയും ഇഞ്ചിയൊക്കെ ഞാൻ ഇഞ്ചി അരിഞ്ഞ് ചേർക്കുമ്പോൾ നല്ലൊരു മണവും ഈ കാബേജിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോവും. അപ്പം അത് ഇളക്കി വന്നേ ഒരു ചെറിയ പീസ് കിടപ്പുണ്ടായിരുന്നു. പിന്നെ അതുകൂടെ അതിൻ്റെ അകത്ത് അരിഞ്ഞിട്ട് സവാളയും തേങ്ങയും ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് ഞാനിപ്പോൾ ഇട്ടിരിച്ച് കഴിഞ്ഞാൽ ഇടുന്നത്. പക്ഷേ ഇത് അധികം വെള്ളമുള്ള കാബേജ് അല്ലായിരുന്നു. നമുക്ക് അരിയുമ്പോൾ അറിയാമല്ലേ. ഇപ്പോഴാണ് കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഉപ്പിട്ട് കൊടുത്തത്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തിട്ട് ചേരം ഒന്ന് അടച്ചവിട്ടിടട്ടെ. ഈ കാബേജൊക്കെ ഇവിടെ ഈ പിള്ളേർക്കെല്ലാം ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ കഴിക്കാറില്ല. നമുക്ക് എന്തെങ്കിലും ഇപ്പം വേറെ കൂട്ടാനില്ലെങ്കിലും കാബേജ് ഞാൻ അങ്ങനെ എടുക്കാറില്ല. പിന്നെ ഞാൻ ഇന്ന് അയല ഉണ്ടല്ലോ, അതാണ്ട് അതിപ്പോൾ ഒരിത്തിരി വലിയ അയലയാണ്. അത് കണ്ടിട്ട് എനിക്കത് കറി വെച്ചിട്ട് ടേസ്റ്റ് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ചിന്തിച്ച് പിന്നെ അല്ലെങ്കിൽ ഒരു മീൻ തോരൻ ഉണ്ടാക്കാമെന്നൊരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് ഇത് ഞാൻ കണ്ടിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഏത് രീതിയിലാണ് തോരൻ വെക്കുന്നതെന്ന് ഞാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ മനസ്സിലാവും. കാരണം ഇത്രയും വലിയ മീൻ നമുക്ക് കഷ്ണങ്ങളാക്കുമ്പോൾ ഒത്തിരി വലിയതായിരിക്കില്ലേ. ചെറിയ പീസാക്കി ഉള്ള ചെറിയ മീനുകളല്ലേ നമുക്ക് തോരന് നല്ലത്. പക്ഷേ ഞാനിത് തോരൻ വെക്കുന്നു. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കുണ്ടാക്കാം കേട്ടോ. അപ്പോൾ മീനെല്ലാം ഞാൻ വെട്ടി, എന്നിട്ട് ഞാനിങ്ങനെ നമ്മൾ വറക്കാൻ വരയുന്നത് പോലെ ഇങ്ങനെ അടുപ്പിച്ചൊന്ന് വരഞ്ഞു കൊടുക്കട്ടെ. എന്നിട്ട് ഇങ്ങനെ വരഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി ഇതൊന്ന് കഴുകുന്നുണ്ട്. കാരണം ഇടയ്ക്കൊക്കെ ഇത്തിരി അഴുക്കൊക്കെ വീണ്ടും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകാമെന്ന് വെച്ച്. ഇതിത്തിരി പ്രൊസീജിയർ ഇച്ചിരി മെനക്കേടാണെങ്കിലും നമുക്ക് നല്ല മീൻ തോരൻ കൂട്ടാം കേട്ടോ. വലിയ മീന വെച്ച് നമുക്കന്നേരം ഇത് ഉണ്ടാക്കാം തോരനൊക്കെ. അപ്പം ഞാനിത് എല്ലാം ഇങ്ങനെ വരഞ്ഞെടുത്തിട്ട് ഒന്നുകൂടെ എന്നിട്ട് ഞാൻ ഇതിൽ നിന്നൊരു 3-4 എണ്ണം ഞാൻ വറക്കാനായിട്ട് എടുത്ത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് വറക്കുന്നില്ല, മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് പിന്നെ വറക്കാമെന്ന് വെച്ച്. ഇന്നിപ്പോൾ തോരനുണ്ടല്ലേ. എന്നിട്ട് അതെല്ലാം ഞാനിപ്പം ഈ ഇഡലി പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതെല്ലാം ഇങ്ങനെ ഒന്ന് അടുക്കി വെച്ചിട്ട് കുറച്ചൊന്ന് മസാലയൊന്നും പുരട്ടിയില്ല. ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഇതുപോലെ മഞ്ഞളൊക്കെ പുരട്ടി ഇഡലിപ്പാത്രത്തിൻ്റെ തട്ട് ഇങ്ങനെ ഈ ഇഡലിപ്പാത്രത്തിന് തന്നെ തട്ട് കമത്തി വെച്ചിട്ട് ഇങ്ങനെ ഞാൻ സ്റ്റീം കയറ്റി. കുറച്ച് നേരം കഴിഞ്ഞ് മറന്നുപോയി, വെള്ളം അങ്ങ് കുറഞ്ഞ്. അപ്പോൾ ആ തട്ട് കരിഞ്ഞ്. അതിപ്പോഴും അതിൻ്റെ കളറ് ശരിക്ക് പോയിട്ടില്ലെന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ഉള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, സവാള. എന്നിട്ട് അതിലേക്ക് കുറച്ച് അരപ്പ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളിയും ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് അരപ്പൊന്നരച്ച്. എന്നിട്ട് കുടംപുളി ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പം മാങ്ങയോ അങ്ങനെയുള്ള ഇന്ന് മാങ്ങയുടെ കാര്യം പറഞ്ഞപ്പം വീട്ടിൽ ഫോൺ ചെയ്തോണ്ടേ അമ്മ പറയുവാ മാങ്കമ്പ് ഒടിഞ്ഞ് വീണ് ശരിക്കും മാങ്ങ. എന്നിട്ട് കുറച്ച് സ്ഥിരം ഇവർ വിളിക്കുന്ന വണ്ടി ഓട്ടോക്കാരൻ കൊച്ചൻ കുറച്ച് കൊണ്ടുപോയി, ബാക്കി അവിടെ ഉണ്ട്. ഞാൻ പറയുമായിരുന്നു ദൈവമേ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാങ്ങ വാങ്ങിച്ചിട്ട് ഒരെണ്ണം 15 രൂപ. പക്ഷേ അതൊരു വലിയ മാങ്ങ, ഒരു 1/4 കിലോ കാണുമായിരിക്കും. അപ്പം ഞാൻ ഇന്ന് വീട്ടിൽ ഞാൻ പറയാം അയ്യോ, ആരോഗ്യമുള്ളവരാണെങ്കിൽ വെയിലത്ത് ഉണക്കിയിട്ട് അടമാങ്ങയുണ്ട്. പണ്ട് അമ്മ ചെയ്യുമായിരുന്നു, മാങ്ങ ഇങ്ങനെ കീറിയിട്ടിട്ടേ അടമാങ്ങ അച്ചാർ ഇടുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഈ മീനെല്ലാം മുള്ളെല്ലാം മാറ്റി ഇങ്ങനെ കുഞ്ഞു പീസാക്കി എടുത്തിട്ടുണ്ട്. ആ മുള്ളെല്ലാം മാറ്റിയിട്ടുണ്ട്. ആ കഴുത്തിൻ്റെ അവിടെ കുറച്ച് മുള്ള് കൂടുതലായിരിക്കുമല്ലേ, ആ മുള്ളൊക്കെ കൈ കൊണ്ടങ്ങ് പിച്ചെടുത്ത് മാറ്റി. എന്നിട്ട് ഞാൻ ഈ മുള്ളെടുക്കാൻ പോയ സമയത്ത് ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം കൂടെ കൊണ്ടുപോയി. കാരണം നമ്മൾ ഈ മുള്ളെടുക്കുന്ന ഉടനെ ചിലപ്പോൾ കയ്യിൽ ഇങ്ങനെ ഒട്ടി ഇരിക്കുമല്ലേ, അപ്പോൾ ആ വെള്ളത്തിൽ കൈ ഒന്ന് മുക്കുന്ന ഉടനെ ആ മുള്ളങ്ങ് പോവും. ഇച്ചിരി മെനക്കേടാന്നേലും പ്രൈസമ്മോന് വരെ ഇത് കഴിക്കാൻ പറ്റും. കാരണം പ്രൈസമ്മോൻ ഈ തോരനൊക്കെ വെക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ, മുള്ള് പേടിച്ച് കഴിക്കാറില്ലെന്ന്. ഇതാകുമ്പോൾ എന്നാലും ഇടയ്ക്ക് കുറച്ച് 1-2 മുള്ളൊക്കെ കാണും. അതെടുത്ത് മാറ്റേണ്ടവർക്ക് എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ. കൂടുതലും കഴിവതും മുള്ളില്ല. കാരണം വലിയ മുള്ളൊക്കെ അതൊന്ന് സ്റ്റീം കയറിയപ്പോഴത്തേനും അത് ഒത്തിരി ഇതായി. നമുക്ക് ഇങ്ങനെ അടുപ്പിച്ച് വരഞ്ഞത് കൊണ്ട് നമുക്ക് ചെറിയ പീസാക്കി ഇങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റുമായിരുന്നു എളുപ്പം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ മീൻ ഇട്ടില്ല കേട്ടോ. കാരണം ഓൾറെഡി മീൻ വെന്തതാണ്.
ഇനിയിപ്പോൾ ഈ അരപ്പെല്ലാം ഒന്ന് വെച്ചിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ മീനിട്ട് ഇളക്കി അങ്ങ് വെക്കാം. ഞാൻ അങ്ങനെ ചെയ്തില്ല. ഒരു ഇച്ചിരി അടപ്പത്ത് വെച്ച് ഒന്ന് ഇത്തിരി ആവി അരപ്പിൻ്റെ അകത്ത് ഇത്തിരി ആവി കയറിക്കഴിഞ്ഞാൽ ഞാൻ മീനിട്ട് കൊടുത്തത്. ഞാൻ ഇച്ചിരി ഇരുമ്പമ്പുളി എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ചിന്തിച്ചെന്നാൽ ഇരുമ്പമ്പുളി ഇട്ട് ചെയ്യാമെന്ന്. പിന്നെയും ചിന്തിച്ചോ ഇരുമ്പമ്പുളി ഇടണ്ട, പുളി തന്നെ ഇടാമെന്ന്. അപ്പം ഞാനത് അടപ്പത്ത് വെച്ച് അതൊന്ന് ആ അരപ്പൊന്ന് ഇച്ചിരി ഒന്ന് തിളക്കട്ടെ. പിന്നെ ഞാൻ കറി വെക്കുന്നത് ഈ ചുരക്കയും പരിപ്പൂടിട്ട് തുമരപ്പരിപ്പൂടിട്ടൊരു കറി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കുക്കറിൽ ഈ ചുരക്കയും തുമരപ്പരിപ്പൂടിട്ട് വേവിച്ചെടുത്തായിരുന്നു. അതിപ്പോൾ ഒന്ന് ഉടച്ചെടുക്കട്ടെ. ഇവിടെ ചുരക്കയ്ക്ക് ദുതി എന്ന് പറയും. പിന്നെ എന്തുവാ പറയുന്നത്, എന്തോ ഒരു ഇന്നാളിലും എനിക്ക് ആരോ കമൻറ്റ് ഇട്ടതായിരുന്നു. ദുതിന്ന് ഇനി ഹിന്ദിയാണോ ഏത് വേട മറാഠിയാണോ വേടെന്നറിയത്തില്ല. മലയാളത്തിൽ ചുരക്കയാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ അത് എല്ലാം ഒന്ന് നന്നായി ഉടച്ച് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് അരപ്പൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ. ഈ ചുരക്ക എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവരൊക്കെ മിക്കവാറും ഇതും ഈ തുമരപ്പരിപ്പൂടി ഇട്ടിട്ട് ഇങ്ങനെ കറി പോലല്ല സബ്ജി പോലെ ഉണ്ടാക്കും ചപ്പാത്തിക്കൊക്കെ. അപ്പം അയൺ ആണ് ഇതിൻ്റെ അകത്ത് അയൺ കണ്ടൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല പ്രോട്ടീനുള്ളതാണെന്നാണ് പറയുന്നത് ഈ ദുതി ചുരയ്ക്ക. ഇനി ആരും അത് കംപ്ലൈൻ്റ് ആരും പറയല്ലേ ആരും, അയ്യോ ഇതൊന്നും അങ്ങനല്ലേന്ന്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞാന്നേ, എനിക്കും അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇച്ചിരി ഒന്ന് തിളയ്ക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഈ നമ്മുടെ മീനൂടെ പീസാക്കി മീനൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ഇങ്ങനെ ഒതുക്കി നമുക്ക് അടച്ച് വെച്ച് വീണ്ടും അതൊന്ന് വേവട്ടെ. അരപ്പൊക്കെ ഒന്ന് ആ മീൻ ഓൾറെഡി വെന്തയാ. ഇനി ആ അരപ്പൊക്കെ ഒന്ന് അതിൻ്റെ അകത്ത് പിടിച്ച് ഒന്ന് മസാല പിടിച്ചാൽ മതി. എന്നോട് ഇന്നാളിങ്ങനെ മീൻതോരൻ വെച്ചോണ്ട് ആരോ പറഞ്ഞ് മീൻതോരനും കപ്പയും കൂടെ, കപ്പ പുഴുക്കുന്നാന്നോ നല്ല കോമ്പിനേഷനാണ് കപ്പയും ചക്കയൊക്കെ. അപ്പം അതവിടെ അടപ്പത്ത് വെച്ചിട്ട് അപ്പോഴത്തേന് നമ്മുടെ കറിക്ക് ഞാനൊന്ന് കടുകൂടെ വറുത്ത് ചേർത്ത് തേങ്ങയൊക്കെ അരച്ചത് കൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ അതങ്ങ് തിക്കാവും. അപ്പം നമ്മുടെ മീൻതോരനും ഇവിടെ റെഡിയായി സെറ്റായിട്ടിരിപ്പുണ്ട്. നല്ല മുള്ളൊന്നുമില്ലാത്ത നല്ല ടേസ്റ്റ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു മീൻതോരന. അപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് പോളിൻ്റെ ഒരു കൂട്ടുകാരെ എടുത്തതാണ്. ഞങ്ങളുടെ 5 നമ്പറിൽ ബിൽഡിങ്ങിൻ്റെ പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്യുക. അവിടെ നോക്കിയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ വന്നത് കുരങ്ങന്മാർ, പട്ടികൾ താഴെ വായുമ്പോഴതിന് മേപ്പോട്ട് വലിയ കുരങ്ങന്മാർ. ഇതുങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ശല്യമാണ്. പണ്ട് വെൻസിയൊക്കെ താമസിച്ചുണ്ടെങ്കിൽ അവിടെ വരുമായിരുന്നു, ചെടിയെല്ലാം നശിപ്പിച്ച് കളയുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തോർ ചെയ്യണ്ട കേട്ടോ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.